ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ സമ്മാന നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. XC224091 എന്ന നമ്പറിലാണ് ഒന്നാം സമ്മാനമായി 20 കോടി അടിച്ചിരിക്കുന്നത്. ഭാഗ്യശാലിയെ തേടുകയാണ് കേരളം. പാലക്കാട്ടെ ഏജൻസിയിൽ നിന്നും എടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഗൂഗിൾ ചേരുന്നുണ്ട് ആ ഏജൻസിക്ക് മുന്നിൽ നിന്നും. ഗൂഗിൾ, നേരത്തെ പാലക്കാട് ഏജൻസിയിൽ നിന്നും ഈ ടിക്കറ്റ് വാങ്ങിക്കൊണ്ടുപോയ മറ്റൊരു ഏജൻസിക്കാരനായ ദുരൈരാജിനെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ച് കഴിയുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഭാഗ്യശാലിയിലേക്ക് എത്താനിനി എത്ര ദൂരം വേണ്ടിവരും? തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലായിട്ട് നടത്തുന്ന ദുരൈരാജ് നടത്തുന്ന സ്ഥാപനത്തിൽ വിറ്റുപോയ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. ആ ടിക്കറ്റ് അവിടെയാണ് വിറ്റുപോയിട്ടുള്ളത്. അത് ആ ദുരൈരാജിന് ടിക്കറ്റ് നൽകിയത് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ഇവിടുത്തെ ഓണർ എത്തിയോ? ഇപ്പോൾ വരും. അപ്പോൾ ഇത് എന്നാണ് ദുരൈരാജിന് ഒരു ടിക്കറ്റ് കൊടുത്തത്? ഇത് ഏകദേശം ഒരു മാസമായി കാണും സെയിൽ ചെയ്തിട്ട്. തുടക്കത്തിൽ വിറ്റുപോയ ടിക്കറ്റ്? തുടക്കത്തിൽ വിറ്റുപോയ നമ്പറാണ്. പിന്നെ ദുരൈരാജ് അതിന് ശേഷം വിളിച്ചിരുന്നോ? ഇപ്പോൾ നമ്മൾ സംസാരിച്ചില്ല, അതിന് ലാസ്റ്റ്. പിന്നെ അതിന് ശേഷം വിളിച്ചിട്ടില്ല. ഏതായാലും വളരെ സന്തോഷമാണ് അല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. അതായത് നമ്മുടെ കടയിൽ തന്നെ ഒരു നിരവധി ഫസ്റ്റ് പ്രൈസസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഈ 20 കോടി എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുമോ? അതെങ്ങനെയാണ്? കമ്മീഷനൊന്നും ഇല്ല. ഇത് നമുക്ക് നമ്മൾ സബ് ഏജന്റിന് കൈമാറാണ്, വിത്ത് DC അടക്കം കൈമാറാണ്. അപ്പോൾ ഇതിൽ നമുക്കൊന്നുമില്ല. നമ്മൾ ഓഫീസിൽ നിന്ന് വാങ്ങിക്കണോ, നമ്മൾ അവർക്ക് കൈമാറണം. വലിയ സന്തോഷമാണ് അല്ലേ? കാരണം നമുക്ക് ഈ വിൻസ്റ്റാറിന്റെ പേരിൽ ഈ ഫസ്റ്റ് പ്രൈസ് 20 കോടി എന്നൊക്കെ അടിക്കുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അവിടെ ആഗ്രഹം അതായിരുന്നു നമ്മുടെ ഷോപ്പിൽ വലിയൊരു പ്രൈസ് വേണമെന്ന്. അപ്പോൾ അത് ഇന്ന് സഫലീകരിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ വീണ ഫസ്റ്റ് പ്രൈസസ് ആണ്. ഇത്രയധികം ബമ്പറുകളും അല്ലെങ്കിൽ ഇത്രയധികം വലിയ രൂപയുടെ ടിക്കറ്റുകളൊക്കെ അടിച്ചിട്ടുള്ള ഒരു ഏജൻസി കൂടിയാണ് ഈ വിങ് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കൂടുതൽ സന്തോഷം കൂട്ടുന്ന കാര്യം 20 കോടിയുടെ ഒരു ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം അടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം സന്തോഷത്തിലാണ് ഈ ഒരു ലോട്ടറി ഏജൻസി ആകെ. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ഒരു ലോട്ടറി കടയിലാണ് ഈ ടിക്കറ്റ് വിറ്റ് പോയിട്ടുള്ളത്. ഒരു പക്ഷേ ഇനി തിരുവനന്തപുരംകാരനാണോ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്നവരുണ്ടാകാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാകാം, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരുന്നവരുണ്ടാകാം. അപ്പോൾ മറ്റേതെങ്കിലും തീർത്ഥാടകരൊക്കെ ഒരുപാട് പേർ വന്നു പോകുന്ന ഇടമാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ. അതുകൊണ്ട് ആരുടെ കൈകളിലേക്കൊക്കെ പോയിരിക്കാമെന്നൊന്നും നമുക്ക് ഇപ്പോൾ നിശ്ചയമില്ലല്ലേ? തീർച്ചയായിട്ടും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ അടുത്തായിട്ട് നമുക്ക് മറ്റൊരു ഇതും കൂടി കാണാറുണ്ട്. ഈ ഭാഗ്യവാൻ പലപ്പോഴും പുറത്തേക്ക് വരാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അങ്ങനെയായിരിക്കുമോ ഈ ടിക്കറ്റിൻ്റെ ഭാവി? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കിനി ആരാണ് ഭാഗ്യശാലി എന്നുള്ളത് നമ്മളൊക്കെ കാത്തിരിക്കുന്നതാണ്. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ നമ്മളൊക്കെ ആഗ്രഹം കാണുന്നത്. നമ്മളെല്ലാവരും ലോട്ടറി എടുക്കുന്നവരാണ്. നമ്മൾ ലോട്ടറി എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് സ്വപ്നം കണ്ടായിരിക്കും ലോട്ടറി എടുക്കുക. ഞങ്ങൾ എടുത്തിരുന്നു ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 3 എണ്ണം എടുത്തിരുന്നു. ഞാനും മുകേഷൊക്കെ ഷെയർ ഇട്ട് 3 ടിക്കറ്റ് എടുത്തിരുന്നു. പക്ഷേ നമ്മൾക്ക് അടിക്കാത്തതിൻ്റെ നിരാശയുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് അടിച്ചത് ആരാണെന്ന് കാണാനുള്ളൊരു ആകാംക്ഷ നമുക്കുണ്ട്. കാരണം നമുക്ക് കിട്ടിയില്ല, കിട്ടുന്നതെന്നൊക്കെ അറിയാൻ. അടിച്ച ആളുകളാണോ ഒരുപാട് പേര് വന്ന് നിൽപ്പുണ്ട്? അവർക്കൊക്കെ ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടോ ചെറിയ സമ്മാനമെങ്കിലും? ചേട്ടാ, നിങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിരുന്നോ? ഇവിടുന്നാണ് എടുത്തിരുന്നത്? ഇവിടുന്നല്ല, ഇവിടുന്ന് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിരിക്കും. തൊട്ടടുത്ത കൂടെ ഒരു ഒന്നാം സമ്മാനം കടന്നുപോയി. അത് ഭാഗ്യശാലി ആരായാലും സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊരു ടിക്കറ്റ് പാലക്കാട് അടിക്കുന്നുണ്ട് ബമ്പർ. പക്ഷെ അതൊന്നും പാലക്കാട്ടുകാർക്കല്ല അടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബമ്പർ അടിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. അടിക്കുന്നുണ്ട്. ഇവിടെ മാത്രമേ ആൾക്കാർക്ക് പാലക്കാട്ടുകാർക്കല്ല അടിക്കുന്നത്. പാലക്കാട്ടുകാർക്കല്ല കിട്ടുന്നത്. ഒന്നാം സമ്മാനം പലപ്പോഴും പാലക്കാട് ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട്, എപ്പോഴും കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇത് അടിക്കുന്നത് പാലക്കാട്ടുകാർക്കല്ല എന്നുള്ളൊരു വിഷമം നമ്മൾ പാലക്കാട്ടുകാർക്കുണ്ട് കേട്ടോ. പ്രതീക്ഷ ഏതായാലും ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഭാഗ്യവാനെയൊക്കെ വരുന്നത് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് എന്നുള്ളൊരു ആശ്വാസമാണ്. തീർച്ചയായും അത് ലോട്ടറിയുടെ പ്രത്യേകതയാണല്ലോ ഗൂഗിൾ. അങ്ങനെ അടിക്കണമെന്നും പറഞ്ഞ് എടുക്കുന്നവർക്ക് ആർക്കും ഒരുപക്ഷെ അടിക്കത്തില്ല. ഇത് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങ് ചിന്തിക്കുക പോലും ചെയ്യാത്ത ആളുകൾക്കൊക്കെ അടിച്ച സംഭവങ്ങളുമുണ്ട്. ഇനി ലോട്ടറി അടിച്ചയാൾ പറയാത്തതാണോ? അങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടതാണ്. പെട്ടെന്ന് തന്നെ ഈ പൊതുമധ്യത്തിലേക്കൊക്കെ വരാതെ മറിഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ ഏജൻസിയിലാണ് ഈ ടിക്കറ്റ് അടിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ആ ഏജന്റിനെയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം.